ദൈവഹിതമനുസരിച്ച് പ്രവർത്തിക്കുന്നവർ നിറവേകും. കൃപയുടെ വിളമ്പുകാരാകാൻ തയ്യാറാകുന്നവർ സമൃദ്ധി കൈവരുത്തും. ക്രിസ്തുവിൽ പ്രിയരെ, ആണ്ടുവട്ടം 18-ാം വാരം തിങ്കളാഴ്ച തിരുസഭ നമ്മുടെ വിചിന്തനത്തിനായി നൽകിയിരിക്കുന്ന തിരുവചന ഭാഗങ്ങൾ ദൈവഹിതമനുസരിച്ച് പ്രവർത്തിക്കുന്നതിൻ്റെ ആവശ്യകതയിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. ഒന്നാം വായനയിൽ ജെറമിയ പ്രവാചകന്റെ പുസ്തകത്തിൽ നിന്നുള്ള വായന ഹനന്യ എന്ന വ്യാജ പ്രവാചകനെയും ജെറമിയ എന്ന ദൈവഹിതമനുസരിച്ച് പ്രവർത്തിക്കുന്ന യഥാർത്ഥ പ്രവാചകനെയും നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നു. ദൈവഹിതമനുസരിച്ച് പ്രവർത്തിച്ച ജെറമിയ ആദരിക്കപ്പെടുന്നു. ഹനന്യ ദൈവഹിതം അനുവർത്തിക്കാത്തതിനാൽ ശിക്ഷ ഏറ്റുവാങ്ങുന്നു. വിശേഷത്തിൽ യേശുവിൻ്റെ ഹിതം അറിഞ്ഞ് പ്രവർത്തിക്കുന്ന യേശുവിൻ്റെ അപ്പോസ്തലന്മാരെ നാം കണ്ടുമുട്ടുന്നു. മത്തായിയുടെ സുവിശേഷത്തിൽ യേശുനാഥൻ വർദ്ധിപ്പിക്കുന്ന അത്ഭുതത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് നമുക്ക് ദൈവഹിതം നിറവേറ്റുന്ന അപ്പോസ്തലന്മാരെ കാണുവാൻ സാധിക്കുന്നത്. 4 സുവിശേഷങ്ങളിലും ഒരുപോലെ രേഖപ്പെടുത്തിയിരിക്കുന്ന യേശുവിൻ്റെ അത്ഭുതമാണ് അപ്പം വർദ്ധിപ്പിക്കുന്നത്. മത്തായിയുടെ സുവിശേഷം 14-ാം അധ്യായം 13 മുതൽ 21 വരെയുള്ള വചനങ്ങളിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന യേശു അപ്പം വർദ്ധിപ്പിക്കുന്ന സംഭവം ദിവ്യകാരുണ്യ സാദൃശ്യവുമായി വളരെ ബന്ധപ്പെട്ടിരിക്കുന്നു. ദിവ്യകാരുണ്യ സ്ഥാപനവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന 6 ക്രിയാപദങ്ങൾ യേശു അപ്പം വർദ്ധിപ്പിക്കുന്നിടത്തും കാണുവാൻ സാധിക്കും. 5 അപ്പവും 2 മീനും എടുത്തു സ്വർഗത്തിലേക്ക് നോക്കി ആശീർവദിച്ച് അപ്പം മുറിച്ച് ശിഷ്യന്മാരെ ഏൽപ്പിച്ചു. അവർ അത് ജനങ്ങൾക്ക് വിളമ്പി. ഇങ്ങനെ 6 ക്രിയകളാണ് യേശു അപ്പം വർദ്ധിപ്പിക്കുന്ന അവസരത്തിൽ കാണുവാൻ കഴിയുന്നത്. ഇതുതന്നെ യേശു ദിവ്യകാരുണ്യ സ്ഥാപിക്കുന്ന അവസരത്തിലും ആവർത്തിക്കുന്നതായി മനസ്സിലാക്കുവാൻ സാധിക്കും. യേശു തന്നെയാണ് സമൃദ്ധി നൽകുന്ന ജീവന്റെ അപ്പം. ദിവ്യകാരുണ്യത്തിലൂടെ ജീവന്റെ സമൃദ്ധി നൽകുന്ന അപ്പമായി അവൻ ഇപ്പോഴും നമ്മോട് കൂടെ ആയിരിക്കുന്നു. ശേഷിച്ച അപ്പക്കഷ്ണങ്ങൾ 12 കുട്ട നിറയെ ശേഖരിക്കുവാനായി യേശു ആവശ്യപ്പെടുന്നത് ദിവ്യകാരുണ്യ സാദൃശ്യമായി സഭാപിതാക്കന്മാർ വ്യാഖ്യാനിക്കുന്നുണ്ട്. അപ്പത്തിൽ മറഞ്ഞിരിക്കുന്ന ദൈവ സാന്നിധ്യത്തെക്കുറിച്ചുള്ള സ്മരണ കൂടി ഈ ശേഖരിക്കപ്പെട്ട അപ്പക്കഷ്ണങ്ങൾ നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് വിശുദ്ധ തോമസ് അക്വിനോസ് മറഞ്ഞിരിക്കുന്ന ദൈവമേ, അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു എന്ന് പ്രാർത്ഥിക്കുന്നത്. 12 കുട്ട നിറയെ വന്ന അപ്പക്കഷ്ണങ്ങൾ ശിഷ്യന്മാർ ശേഖരിച്ചു എന്നത് സൂചിപ്പിക്കുന്നത് ലോകത്തിന് മുഴുവൻ സാക്ഷ്യം നൽകാൻ യേശു തന്നെയാണ് തൻ്റെ ശിഷ്യന്മാർക്ക് നൽകുകയും അവശേഷിപ്പിച്ച് കടന്നു പോകുകയും ചെയ്തത് എന്നതാണ്. വിശുദ്ധ പിതാവ് ബെനഡിക്ട് 16-ാമൻ പാപ്പയുടെ സ്നേഹത്തിന്റെ കൂദാശ എന്ന അപ്പോസ്തലിക ആഹ്വാനത്തിൽ സ്വീകാരണ്യ സ്വീകരണത്തിന്റെ ഫലം ദൈവത്തിന് സ്വീകാര്യമായ ജീവിതമായി തന്നെ സമർപ്പിക്കുവാൻ ഒരുവനെ പ്രാപ്തനാക്കുന്നു എന്നാണ് പറയുന്നത്. ദിവ്യകാരുണ്യത്തിന്റെ സാമൂഹിക മാനം എന്ന ആശയം ഉൾക്കൊള്ളുന്ന 89-ാം ഖണ്ഡികയിൽ ദിവ്യകാരുണ്യം സ്വീകരിക്കുന്നവർ കൂടുതൽ നീതിനിഷ്ഠവും സാഹോദര്യം നിലനിൽക്കുന്നതുമായ ലോക നിർമ്മിതിയിലേക്ക് തന്നെ സമർപ്പിക്കേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ച് പരിശുദ്ധ പിതാവ് വീണ്ടും പറയുന്നു. ലോകത്തിന്റെ ജീവന് വേണ്ടി യേശുവിനോടൊപ്പം മുറിക്കപ്പെടാൻ നാം ഓരോരുത്തരും വിളിക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ള വലിയ ഉത്തരവാദിത്വത്തെക്കുറിച്ചും പരിശുദ്ധ പിതാവ് ഓർമ്മിപ്പിക്കുന്നു. പ്രിയമുള്ളവരെ, പുറപ്പാടിന്റെ പുസ്തകം 16-ാം അധ്യായം 4-ാം വാക്യത്തിൽ ഞാൻ നിങ്ങൾക്ക് ആകാശത്തു നിന്ന് അപ്പം വർഷിക്കും എന്ന് മോശയിലൂടെ കർത്താവ് അരുൾ ചെയ്തു. പഴയ നിയമത്തിലെ മോശ ഭൂമിയിൽ മന്ന വർഷിച്ചുകൊണ്ട് ജനത്തെ തൃപ്തിപ്പെടുത്തിയെങ്കിൽ പുതിയ മോസസായ യേശുനാഥൻ അപ്പം മുറിച്ച് വിളമ്പി ജനങ്ങൾക്ക് സമൃദ്ധി നൽകുന്ന വീന മോസസായി മത്തായി അവതരിപ്പിച്ചിരിക്കുന്നു. ദൈവഹിതമനുസരിച്ച് പ്രവർത്തിക്കുവാനും കൃപയുടെ വിളമ്പുകാരാകുവാനുമുള്ള ക്ഷണമാണ് വചനഭാഗത്തിലൂടെ നമുക്ക് ലഭിക്കുന്നത്. ജെറമിയായെ പോലെ ദൈവഹിതമനുസരിച്ച് പ്രവർത്തിക്കുവാനും അപ്പോസ്തലന്മാരെ പോലെ കൃപയുടെ വിളമ്പുകാരാകുവാനും നമുക്കും പരിശ്രമിക്കാം. അപ്രകാരം ദിവ്യകാരുണ്യ സംസ്കാരം രൂപപ്പെടുത്തുവാൻ നമ്മെയും ദൈവം സഹായിക്കട്ടെ.